നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം നടത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. കാണാം പത്തനംതിട്ട ജില്ലയിലെ അവലോകനം. തെക്കൻ കേരളത്തിൽ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക സാഹചര്യങ്ങളുടെ അടിയൊഴുക്കുകൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പിൽ മുന്നണികളെ മാറി മാറി പിന്തുണയ്ക്കുന്ന രീതി പ്രകടമാക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. റബ്ബർ കർഷകരും നാളികേര കർഷകരും പ്രവാസികളുമാണ് ജില്ലയുടെ നട്ടെല്ല്. ഹൈന്ദവ സമുദായമാണ് ജില്ലയിലെ പ്രധാന വോട്ട് ബാങ്ക്. 56%, 38% വരുന്ന ക്രിസ്ത്യാനികളും 5% വരുന്ന മുസ്ലിങ്ങളും തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. കേരള കോൺഗ്രസിന് വേരോട്ടമുള്ള ജില്ലയിൽ NDA ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയുടെ പരിധിയിൽ വരുന്നത്. തിരുവല്ല, റാന്നി, ആറന്മുള, അടൂർ, കോന്നി എന്നിവയാണ് ജില്ലയിലെ മണ്ഡലങ്ങൾ. മണ്ഡല പുനർനിർണയം നടന്ന 2011 മുതൽ 2021 വരെയുള്ള ജില്ലയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF-നാണ് മേൽക്കൈ. തിരുവല്ല, റാന്നി, അടൂർ മണ്ഡലങ്ങൾ LDF-ന് ഒപ്പം നിൽക്കുമ്പോൾ ആറന്മുളയും കോന്നിയും UDF-നെ പിന്തുണയ്ക്കാൻ മടിക്കാത്ത മണ്ഡലങ്ങളാണ്. പൊതുവെ ക്രിസ്ത്യൻ വോട്ടുകളാണ് മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെയും ചില ക്രിസ്ത്യൻ സമുദായങ്ങളുടെയും പിൻബലത്തിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളും LDF തൂത്തുവാരി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടത്തേക്ക് ചായുന്ന ജില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-നെയാണ് പതിവായി പിന്തുണയ്ക്കുന്നത്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ മത്സരത്തിന് വേദിയായ ജില്ല കോൺഗ്രസിലെ ആന്റോ ആന്റണിയെ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിനാണ് വിജയിപ്പിച്ചത്. 3 തെരഞ്ഞെടുപ്പുകളിലും 5 നിയമസഭാ മണ്ഡലങ്ങളും UDF-നെയാണ് പിന്തുണച്ചത്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലയിൽ NDA സ്വാധീനം വർദ്ധിപ്പിക്കുന്നതായാണ് കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ 3 ലക്ഷത്തിനടുത്ത് വരെ വോട്ടുകൾ നേടിയ ചരിത്രം NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനുണ്ട്. 2019 ആറന്മുള മണ്ഡലത്തിൽ സുരേന്ദ്രൻ 50,000-ലധികം വോട്ട് നേടി കരുത്തു കാണിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA ആവർത്തിച്ചു കാണുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA പതറുന്ന കാഴ്ചയാണ് കാണുന്നത്. ആറന്മുളയിലും തിരുവല്ലയിലും കോന്നിയിലും NDA ശക്തമായ സാന്നിധ്യമാണ്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ പത്തനംതിട്ട ജില്ലയിൽ NDA അക്കൗണ്ട് തുറന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജില്ലയിൽ അടിപതറിയ നിലയിലാണ് ഇടതുമുന്നണി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് LDF നേരിട്ടത്. ജില്ലാ പഞ്ചായത്ത് LDF-നെ കൈവിട്ടു. ജയം 5 ഡിവിഷനിൽ ഒതുങ്ങി. ജില്ലാ പഞ്ചായത്ത് പിടിച്ച UDF ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് തൂത്തുവാരി. 4 ഗ്രാമപഞ്ചായത്തുകളിൽ NDA-യും ഭരണം പിടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അസംബ്ലി മണ്ഡലം തലത്തിൽ പരിശോധിക്കുമ്പോൾ LDF-ന് പ്രതീക്ഷയ്ക്ക് വകയില്ല. LDF 2 തവണ ജയിച്ച ആറന്മുളയും കോന്നിയും അടൂരും റാന്നിയുമടക്കം 5 മണ്ഡലങ്ങളും UDF പക്ഷത്തേക്ക് ചാഞ്ഞു. തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ ശബരിമല സ്വർണ്ണ കവർച്ചയും ശബരിമല സ്ത്രീ പ്രവേശനവും ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. UDF-ഉം NDA-യും വിവാദ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും ഉയർത്തി പ്രതിരോധിക്കാനാവും LDF-ന്റെ ശ്രമം. തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ല ഇരുമുന്നണികളുടെയും ജയപരാജയങ്ങളിൽ നിർണായകമാണ്.